മോക്ക് എന്തോ ഒരു വിഷമം പോലെ. വിഷമങ്ങളൊന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പാടില്ല. നമ്മളിവിടെ ചെലവഴിച്ച സമയം മുഴുവൻ മോൾ ഒറ്റപ്പെട്ട പോലെയായിരുന്നു. ഇരിക്ക്. നമുക്ക് ഡോക്ടറോടൊന്ന് സംസാരിച്ചാലോ? ടീച്ചർ, അത് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഓർക്കിഡിലിട്ടു. അവളുണ്ട്. നീ അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയ്. നീ ഇവിടേക്ക് വരുന്നോ? ഇല്ല. ഇല്ലേ? വേണ്ട. കഴിഞ്ഞില്ലേ ഇതുവരെ? രണ്ടുപേരും കൊറേ നേരമായാലും തുടങ്ങിയിട്ട്. നിന്റെ ഫോട്ടോ ഓർക്കുട്ടിലിട, അവള് കാണട്ടെ. അല്ലേടി? ഇഷ്ടമായി. ഫോട്ടോ ഇങ്ങനെ ഇടാൻ പാടില്ല. ആരെങ്കിലും ദുരുപയോഗം ചെയ്താലോ? ഡിലീറ്റ് ചെയ്തേക്കൂ. ശാലു, അപകടമായല്ലോ. ഇനിയിപ്പോ അവള് പറഞ്ഞ പോലെ കുഴപ്പമെന്തേലും വരുമോ? അങ്ങനെ വരുമോ? പിന്നെ അങ്ങനെ അബദ്ധം പറ്റിയവരുണ്ട്. കുഴപ്പമൊന്നും എന്റെ പേടി. അബദ്ധമായല്ലോ, എന്താ ചെയ്യാ? ഇത്രയുള്ളോ കാര്യം? പരിഹരിക്കാൻ പറ്റുന്ന ചെറിയൊരു കാര്യമല്ലേ ഉള്ളൂ ഇത്. ഓർക്കുട്ടിൽ മോളുടെ കൂട്ടുകാർ മാത്രം കാണാനുള്ള ഫോട്ടോ ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ, അതുവഴി മോൾക്ക് അതിലൊരു പ്രശ്നം വന്നാൽ മനസ്സിൽ ഒളിപ്പിക്കാതെ മുതിർന്നവരോട് പറയണം. അതിനല്ലേ നിയമങ്ങളൊക്കെ. സൈബർ സെല്ലിൽ അറിയിച്ചാൽ അപ്പൊ തന്നെ അതിനൊരു പരിഹാരം കാണാവുന്നതല്ലേ ഉള്ളൂ. മോള് വിഷമിക്കണ്ട, ഞാനിത് എല്ലാവരോടും പറയട്ടെ. പറഞ്ഞോട്ടെ. ശാലു ഇത്രയും നേരം വിഷമിച്ച് നടന്ന എന്തിനാന്നറിയോ? ശാലു ഒരു ഫോട്ടോ ഓർക്കുട്ടിലിട്ടു. അതാരെങ്കിലും ദുരുപയോഗം ചെയ്താലോന്നോർത്ത് വിഷമിച്ച ഇത്രയും നേരം നടന്നത്. അതായിരുന്നു ഈ കുട്ടിയുടെ മനസ്സിലത്രേ. മാറിയല്ലോ പേടി. നടക്ക്. ലേഡീസ് ഫസ്റ്റ്. എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ ഇരിക്കാം. നീങ്ങിയിരിക്കെ. ഓടിച്ചോ ഓടിച്ചോ. നീ ഒരു ഡ്രൈവറെ തന്നെ മാറും. നല്ല ഡ്രൈവർമാര് വണ്ടി ഓടിച്ചോണ്ടാ നീയൊക്കെ കൊക്കെ വീഴാതെ ഇങ്ങ് എത്തിയത്. എന്താ ഒരു കൈ നോക്കുന്നോ? അത് ഞാനും നിങ്ങളെ പോലെ പഠിച്ചതാ. ഇഷ്ടമുള്ള പണി ചെയ്യുകയാണെങ്കിലേ ഇഷ്ടക്കുറവില്ലാതെ ചെയ്യാം. ഒരു പണിയും ചെറുതല്ല.